ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യവ്യാപകമായി നടന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ജില്ലയിലും മികച്ച രീതിയിൽ നടന്നു. പാകിസ്ഥാന് അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റിട്ട കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും ബിജെപിയും. ചാലിയത്ത് ജങ്കാറിൽ കയറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിച്ചു. ആളപായമില്ല. ചാത്തമംഗലം ചേനോത്ത് അർജുന്റെ HLA സാമ്യമുള്ള രക്തമൂലകോശ ദാതാവിനെ കണ്ടെത്തുന്നതിനായി രജിസ്ട്രേഷൻ ക്യാമ്പ് മെയ് 11 REC ഗവൺമെന്റ് HSSൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി രാജ്യവ്യാപകമായി നടന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ജില്ലയിലും മികച്ച രീതിയിൽ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ തയ്യാറെടുപ്പുകൾ ഏകോപിപ്പിച്ചു. വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ജനങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും അരമണിക്കൂർ നേരം അടച്ചിരുന്നു. ആളുകൾ പുറത്തിറങ്ങാതിരിക്കണമെന്നും വെളിച്ചം പുറത്തു കാണാത്ത വിധം വാതിലുകൾ അടയ്ക്കുകയും ജനലുകൾ മറയ്ക്കുകയും ചെയ്യണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ബ്ലാക്കൌട്ടിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപന വാർഡ് തലങ്ങളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിച്ചിരുന്നു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 3 മണിക്ക് അപകട സൂചന നൽകിക്കൊണ്ട് 3 തവണ സൈറൺ മുഴക്കിയതിനു ശേഷമാണ് ബ്ലാക്കൌട്ട് നടപടികൾ കൈക്കൊണ്ടത്. ഇതിന്റെ ഭാഗമായി ജില്ലയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ അനൗൺസ്മെന്റുകളും നടത്തി. അടിയന്തര സാഹചര്യങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഫറോക്ക്, IOCL, എലത്തൂർ BPCL, ഹൈലൈറ്റ് മാൾ, ലുലു മാൾ, മുക്കം ബസ് സ്റ്റാൻഡ് പരിസരം, കക്കയം ഡാം എന്നിവിടങ്ങളിൽ പ്രത്യേക സുരക്ഷാ ഡ്രില്ലുകളും സംഘടിപ്പിച്ചു. എണ്ണച്ചോർച്ചയെ തുടർന്നുള്ള തീപിടുത്തത്തെ നേരിടൽ, തകർന്ന കെട്ടിടത്തിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റൽ, അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് താൽക്കാലിക ആശുപത്രികൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിലായി നടന്നത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, റവന്യൂ, KSEB, ഇറിഗേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ യോഗം ചേർന്ന് മോക്ക് ഡ്രില്ലിന് ആവശ്യമായ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. റൂറൽ SP KE ബൈജു, സബ് കളക്ടർ ഹർഷിൽ R മീണ, DCP അരുൺ K പവിത്രൻ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ E അനിതകുമാരി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാകിസ്ഥാന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബയ്ക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് തടഞ്ഞു. പിന്നീട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നിങ്ങൾക്കെതിരെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. Raji.
അവർ പറഞ്ഞു മനുഷ്യത്വത്തെ പറ്റി പറയുന്നു. അതിർത്തിക്കപ്പുറത്തും മനുഷ്യന്മാരാണെന്ന് പറയുന്നു. അതെ, അതിർത്തിക്കപ്പുറത്തെ സാധാരണ മനുഷ്യന്മാരെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ സേന ചെയ്തതിനെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചത് അതാരായാലും യൂത്ത് കോൺഗ്രസും വെറുതെ വിടില്ല എന്ന് ഞങ്ങൾ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശാതിർത്തികൾക്കപ്പുറവും മനുഷ്യരാണ്, വികാര വിചാരങ്ങൾ ഉള്ളവരാണ് എന്ന FB പോസ്റ്റ് ഇട്ട കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ കക്കോടിക്കെതിരെ BJPയുടെയും പ്രതിഷേധം. പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രകടനമായി പ്രവർത്തകർ എത്തിയത്. റോഡിലും പ്രവർത്തകർ ഉപരോധം തീർത്തു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആരിത് പറയുന്നറിയാമോ? ബിജെപിയാണ് പറയുന്നേ. ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. പിറന്ന നാടിനെ കാക്കാനിവിടെ. സമയം ഒരു ദിവസം. ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. ആരിത് പറയുന്നറിയാമോ? ബിജെപിയാണ് പറയുന്നേ. ജയ് ജയ് ബിജെപി. പ്രതിഷേധം. ബിജെപിയുടെ പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാലിയത്ത് ജങ്കാറിൽ കയറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിച്ചു. 3 കുട്ടികളടക്കം കാറിലുണ്ടായിരുന്ന 6 യാത്രക്കാരെ നാട്ടുകാരും ജങ്കാർ ജീവനക്കാരും ചേർന്ന് രക്ഷിച്ച് കരയ്ക്കു കയറ്റി. പിന്നീട് കാറും ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്കെത്തിച്ചു. ചെട്ടിപ്പടി കുഴിക്കാട്ട് മുഹമ്മദ് ഹനീഫയുടെ കാറാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ജങ്കാർ ജെട്ടി പരിസരത്ത് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞത്. ബേപ്പൂർ ഭാഗത്തേക്ക് പോകാനായി ജങ്കാറിൽ കയറ്റാൻ ജെട്ടിയിൽ നിന്നും വളച്ച് പിന്നോട്ടെടുക്കുമ്പോഴാണ് പാർശ്വസുരക്ഷാ ഭിത്തിയില്ലാത്ത ഭാഗത്തുകൂടി കാർ പുഴയിൽ പതിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് നിമിഷങ്ങൾക്കകം യാത്രക്കാരെ കരയ്ക്ക് കയറ്റി. കാർ ഓടിച്ചിരുന്ന മുഹമ്മദ് ഹനീഫ ധരിച്ച സീറ്റ് ബെൽറ്റ് മുറിച്ചാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. പുഴയിൽ കൂട്ടിയിട്ട കരിങ്കല്ലിൽ തട്ടി കാർ നിന്നതിനാൽ ആഴത്തിലേക്ക് പോകാതെ വലിയ അത്യാഹിതം ഒഴിവായി. SIP ഹരീഷിന്റെ നേതൃത്വത്തിൽ തീരദേശ പോലീസും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ E ഷിഹാബുദ്ദീന്റെ നേതൃത്വത്തിൽ മീഞ്ചന്തയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും എത്തിയിരുന്നു. കാർ പിന്നീട് വലിയ ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. Bobby Chamanur International Jeweler.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുന്നമംഗലം നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം സെമിനാർ പൂവാട്ടുപറമ്പിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നമംഗലം നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം സംഘടിപ്പിച്ച സെമിനാർ പൂവാട്ടുപറമ്പ് ക്ഷീര സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു. നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം സെക്രട്ടറി P മുനീർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് MP മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് കൃഷി എന്നത്. കാരണം കൃഷി ഉൽപാദനമാണ്, വിതരണമാണ്, പിന്നെ അത് കയറ്റിയാക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഉൽപാദനം കൊണ്ട്, കൃഷി കൊണ്ട് മറ്റൊരു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗണമാണിത്. അവനവൻ്റെ തന്നെ ജീവിത മാർഗമാണ്, അവൻ്റെ ലൈവ്ലിഹുഡാണ്, അവൻ്റെ മൈഷത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ ഉപജീവനമാണ്. അപ്പോൾ ഉപജീവനത്തിനുള്ള കഠിനമായ കായികമായ ഒരു അധ്വാനമായി കൃഷിയെ കാണുമ്പോൾ ഇതിനേക്കാളും പുണ്യമായ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി കായികമായി അധ്വാനിക്കുന്നതിനേക്കാളും വലുത് ഏതാ ഉള്ളത്? കുന്നമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് K മൂസ മൗലവി, പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി, സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി നസീർ വളയം, പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. NB കോയ, T വീരാൻകുട്ടി, ഹബീബ് ചെറൂപ്പ, കരിപ്പാൽ അബ്ദുറഹ്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനിൽകുമാർ ക്ലാസ് എടുത്തു. സ്വതന്ത്ര കർഷക സംഘം കുന്നമംഗലം നിയോജക മണ്ഡലം ട്രഷറർ ഖാദർ ഹാജി നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന കേരള സ്റ്റേഷനറി സ്ഥാപകൻ PP ചിന്നന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആദരം. തലശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന കേരള സ്റ്റേഷനറി സ്ഥാപകൻ PP ചിന്നനെ ആദരിച്ചു. ഏകോപന സമിതി മേഖലാ ജില്ലാ ജനറൽ സെക്രട്ടറി CK രാജൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. 1968 തന്റെ സ്ഥാപനത്തിൽ സഹപ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് ചിന്നന്റെ കഴിവുകളും ആത്മാർത്ഥതയും അർപ്പണബോധവും തനിക്ക് ബോധ്യപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി റവറൻ ഫാദർ ബിജു ഗീവർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനു വേണ്ടി ചിന്നനെ പൊന്നാടയണിയിച്ചു. മുഖ്യാതിഥി തലശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു പ്രകാശ് TV ഉപഹാരം നൽകി സംസാരിച്ചു. കുരുവിള ജെയിംസ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ PA ജോൺസൺ, AK സക്കറിയ, സനിൽ V സക്കറിയ, PK നിസാർ, വനിതാ വിംഗ് പ്രസിഡന്റ് ജാൻസി തങ്കച്ചൻ, EV രാജൻ, ജിജു ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ദൈവാനുഗ്രഹവും മുൻപ് പ്രവർത്തിച്ച സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച മികച്ച പരിശീലനവുമാണ് തന്നെ വിജയത്തിലെത്തിച്ചതെന്ന് ചിന്നൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഏകോപന സമിതി തലശ്ശേരി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് CC വർഗീസ്, P ഡാനിയ മോൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ചാത്തമംഗലം ചേനോത്ത് അർജുൻ HLA സാമ്യമുള്ള രക്തമൂലകോശ ദാതാക്കളെ തേടുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്ത രക്തമൂലകോശ ദാതാക്കളിൽ നിന്നും സാമ്യമുള്ളത് കണ്ടെത്താൻ കഴിയാത്തതിനാൽ മെയ് 11 REC ഗവൺമെന്റ് HSSൽ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തുമെന്നും പറ്റുന്നവർ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് അർജുന്റെ ചികിത്സയ്ക്കായി സഹകരിക്കണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടു. അപ്പം ഇതുവരെ രാത്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 6 ലക്ഷത്തോളം പേരാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി പറയുമ്പം നമുക്ക് ഫാമിലിയിൽ നിന്ന് മാച്ച് വന്നിട്ടില്ലെങ്കിൽ ഫാമിലിയുടെ പുറത്തുനിന്നുള്ള നമ്മുടെ രക്തബന്ധത്തിന് പുറമേ നിന്നുള്ളൊരു മാച്ച്, അൺറിലേറ്റഡ് ഡോണർ എന്ന് പറയുന്ന ഒരു മാച്ച് വരാനുള്ള സാധ്യത 10,000-1 മുതൽ 20 ലക്ഷത്തിലൊന്ന് വരെയാണ്. അതിൽ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളുള്ളത് നമ്മളുള്ള ആ ഒരു എത്നിസിറ്റി, ഒറിജിൻ, നമ്മുടെ ലൊക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ലോകത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത 43 ദശലക്ഷം
സന്നദ്ധ ദാതാക്കളിൽ നിന്നും ആരും സാമ്യമില്ലാതെ വന്നതിനാലാണ് കൂടുതൽ ആളുകളിൽ സാമ്യം നോക്കുന്നതിനായി സന്നദ്ധ രക്തമൂലകോശ ദാതാക്കളുടെ സംഘടനയായ ധാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രിയിലൂടെ ക്യാമ്പയിൻ നടത്തുന്നത്. REC സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്നേഹക്കൂടും JCI മണാശ്ശേരിയും സംയുക്തമായാണ് ചാത്തമംഗലം REC ഗവൺമെന്റ് VHSSൽ മെയ് 11 ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. അർജുനായി കൂടുതൽ ആളുകൾ രക്തമൂലകോശ ദാനത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സ്വീന ലിജേഷ്, ജിനി മാത്യു, ജിഷ രാജേഷ്, അതുല്യ AK എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർണ്ണപ്പകിട്ട് സമ്മർ ക്യാമ്പിന് തുടക്കമായി. CSCO ബാലവേദി സംഘടിപ്പിക്കുന്ന വേനൽ അവധി ക്യാമ്പിന്റെ ഉദ്ഘാടനം കൗൺസിലർ K മൊയ്തീൻ കോയ നിർവഹിച്ചു. കോഴിക്കോട് CSCO ബാലവേദിയുടെ വർണ്ണപ്പകിട്ട് എന്ന സമ്മർ ക്യാമ്പിന് തുടക്കം കുറിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോർപ്പറേഷൻ മേഖലാ പ്രസിഡന്റ് K സതീശൻ, വളാഞ്ചേരി സഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ AM ഫഹീം ബറാമി എന്നിവർ ക്ലാസ് എടുത്തു. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് കൗൺസിലർ K മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. CSCOയുടെ സഞ്ചാരി ലൈബ്രറി ഉദ്ഘാടനം പഞ്ചായത്ത് മേഖലാ ലൈബ്രറി കൗൺസിൽ കൺവീനർ ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് ആയിഷ തൻഹ അധ്യക്ഷത വഹിച്ചു. ഹരിത ലൈബ്രറി പ്രഖ്യാപനം CSCO ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ നടത്തി. ലൈബ്രറി ചെയർമാൻ SA ഗുദ്സി, CSCO സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, ട്രഷറർ PP അബ്ദുള്ള കോയ, M ഹസൻ കോയ, PN വലീദ്, KV അബ്ദുസലാം എന്നിവർ സംസാരിച്ചു. ബാലവേദി സെക്രട്ടറി ആയിഷ അബ്ദുള്ള സ്വാഗതവും KP മാജിദ പർവീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തുടരും സിനിമയുടെ കഥ മോഷണമെന്ന ആരോപണം. സത്യചന്ദ്രൻ പൊയിൽക്കാവ്, MG മണിലാൽ ബാലുശ്ശേരി എന്നിവരാണ് ആരോപണം ഉന്നയിച്ചത്. കഥ തങ്ങൾ തയ്യാറാക്കിയതാണെന്നാണ് ഇവർ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് നിരവധി കഥകൾ മോഷ്ടിച്ച് സിനിമയാക്കിയ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാൻ മടിച്ചിരുന്നു, ഒരു പരിഹസിക്കപ്പെടും എന്നുള്ള രീതിയിൽ. ഈ അവസരത്തിൽ ഞാനും കൂടെ ഉണ്ടായതുകൊണ്ട് പിടിച്ചു ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കാം. ഞാനും കൂടെ ഉൾപ്പെട്ടൊരു കഥയാണ് ഞാനും കൂടെ ഞങ്ങൾ ഒന്നിച്ച് നെയ്തെടുത്ത കഥയാണ് ഈ തുടരുമെന്നത്. മോഹൻലാൽ, ശോഭന എന്നിവർ അഭിനയിച്ച തുടരുമെന്ന സിനിമയുടെ കഥ മോഷണമാണെന്ന് ആരോപണം. സത്യചന്ദ്രൻ പൊയിൽക്കാവ്, MG മണിലാൽ ബാലുശ്ശേരി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. 15 വർഷം മുമ്പ് നാട്ടിലെ സ്റ്റണ്ട് മാസ്റ്ററായ നാരായണൻ തറോൻ എന്ന കരാട്ടെ നാരായണന്റെ ജീവിതകഥയും ഭാവനയും ചേർത്ത് ഞങ്ങൾ തയ്യാറാക്കിയ തമിഴൻ എന്ന കഥയാണ് തുടരും എന്ന സിനിമയുടേതെന്നും ഇവർ ആരോപിച്ചു. ഈ കഥ ജയന്ത് വിജയൻ, P സുകുമാർ, ഉണ്ണികൃഷ്ണൻ, സൗപർണിക എന്നിവരുമായി സംസാരിക്കുകയും സിനിമയാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നതായി സത്യചന്ദ്രൻ പൊയിൽക്കാവ് പറഞ്ഞു. മോഷണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് MG മണിലാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മകന്റെ മരണം കൊലപാതകമെന്ന് മാതാപിതാക്കൾ. ദമാമിൽ അറബിയുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന റെനോൾഡ് കിരൺ കുന്ദറിന്റെ അസ്വാഭാവിക മരണത്തിൽ അന്വേഷണം നടത്തണമെന്ന് അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടു. പറമ്പിൽ ബസാർ ചാലിൽ താഴം സ്വദേശിയാണ് റെനോൾഡ് കിരൺ. സൗദി അറേബ്യയിലെ ദമാമിൽ അറബിയുടെ ഡ്രൈവറായിരുന്ന മകന്റെ അസ്വാഭാവിക മരണത്തിൽ നീതി തേടി മാതാപിതാക്കൾ. പറമ്പിൽ ബസാറിനടുത്ത് ചാലിൽ താഴം കൊട്ടുകണ്ടികയിൽ വീട്ടിൽ ഫെഡറിക് പ്രേംകുമാർ കുന്ദറും ഭാര്യ എഡീന വിമലയുമാണ് മകൻ റെനോൾഡ് കിരൺ കുന്ദറിന്റെ അസ്വാഭാവിക മരണത്തെക്കുറിച്ച്
വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. റൊണാൾഡ് കിരണിന് സ്പോൺസറായ അറബി കൃത്യമായി ശമ്പളം നൽകിയിരുന്നില്ല. അറബിയും ഭാര്യയും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായും മകൻ പറഞ്ഞിരുന്നു. ഏപ്രിൽ 10-നായിരുന്നു മകന്റെ മരണം. ഹൃദയസ്തംഭനമായിരുന്നു കാരണമെന്നും അതേസമയം റൊണാൾഡിന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെന്നും പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് അവിടെ നിന്നും ലഭിച്ചത്. മകൻ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമൊന്നും ഇല്ലെന്നും ഇതൊരു കൊലപാതകമാണെന്നുമാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. സത്യാവസ്ഥ കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അതിനുശേഷം വേണം മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കാനെന്നുമാണ് മാതാപിതാക്കളുടെ നിലപാട്. ഈ ആവശ്യം ഉന്നയിച്ച് MK രാഘവൻ MP വഴി വിദേശകാര്യ മന്ത്രാലയത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകിയതായും മാതാപിതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒഴിവാക്കപ്പെട്ടവരുടെ ഭൂരിപക്ഷ കേരളം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കർഷക മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നു. 111 കർഷക ബഹുജന സംഘടനകളുടെ പങ്കാളിത്തത്തോടെ മെയ് 10-11 തീയതികളിൽ മൂവാറ്റുപുഴയിലാണ് പരിപാടി സംഘടിപ്പിക്കുകയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കേരളത്തിൽ കർഷകർ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൽ ഒഴിവാക്കപ്പെട്ടവർ, ആദിവാസികളടക്കമുള്ള ചെറുകിട കർഷകർ, ചെറുകിട വ്യാപാരികളടക്കമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ള എല്ലാ ആളുകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി വളരെ കൃത്യമായി ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 111 സംഘടനകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് സേവ് വെസ്റ്റേൺ ഘാട്സ് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കർഷക മഹാപഞ്ചായത്ത് ആദ്യമായി കേരളത്തിൽ നടത്തപ്പെടുന്നത്. കാർഷിക ചെറുകിട കച്ചവട മേഖലയിലെ പ്രതിസന്ധികൾ, കുടുംബശ്രീ മോഡലിൽ കർഷകശ്രീ, നയരൂപീകരണം, ഒഴിവാക്കപ്പെട്ടവരുടെ പ്രകടന പത്രിക തയ്യാറാക്കി രാഷ്ട്രീയ നേതൃത്വത്തിന് സമർപ്പിക്കൽ തുടങ്ങി കേരളത്തെ പൊതുവായി ബാധിക്കുന്ന 9 വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള ക്ലാസുകളും ചർച്ചകളുമാണ് 2 ദിവസങ്ങളിലായി നടക്കുന്നത്. മെയ് 10-ന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഭൂനിയമങ്ങൾ എന്ന സെഷനിൽ ലിഡ ജേക്കബ് IAS, ജെയിംസ് വർഗീസ് IAS, ബിജു പ്രഭാകർ IAS എന്നിവർ ക്ലാസുകൾ നയിക്കും. മഹാപഞ്ചായത്തിന്റെ നയപ്രഖ്യാപന സമാപന സമ്മേളനത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഡൽഹി കർഷക സമര കോർഡിനേറ്റർ KB ബിജു, VFarm ഫാർമേഴ്സ് ഫൗണ്ടേഷൻ കോഴിക്കോട് ചെയർമാൻ ജോയി കണ്ണഞ്ചിറ, രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യവ്യാപകമായി നടന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ജില്ലയിലും മികച്ച രീതിയിൽ നടന്നു. പാകിസ്ഥാന് അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റിട്ട കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും BJPയും. ചാലിയത്ത് ജങ്കാറിൽ കയറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിച്ചു. ആളപായമില്ല. ചാത്തമംഗലം ചേനോത്ത് അർജുന്റെ HLA സാമ്യമുള്ള രക്തമൂലകോശ ദാതാവിനെ കണ്ടെത്തുന്നതിനായി രജിസ്ട്രേഷൻ ക്യാമ്പ് മെയ് 11-ന് REC ഗവൺമെന്റ് HSSൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.